ദേവ, നമുക്കൊരു കാര്യം ചെയ്യാം. ഫോൺ ചെയ്താൽ അവൾ എന്തായാലും എടുക്കില്ല. നീ എന്റെ മുറപ്പെണ്ണാണെന്ന് ഒരു മെസ്സേജ് അയച്ചു വിട്. അത് കാണുമ്പോ അവള് വന്നോളൂ. ഓ, ഈ പിശാചിന്റെ ഒരു ബുദ്ധി. അയ്യോ, അതൊന്നും വേണ്ട ദേവാ. അല്ല, അവളെ തിരിച്ചു വിളിക്കാൻ വേണ്ടിട്ടേ നമ്മൾ നുണ പറയാണെന്ന് വിചാരിച്ചാലാ അതോടെ മൊത്തം കൊളാവില്ലേ. ഇങ്ങനെ ഓരോരുത്തരും ഓരോ വഴിക്ക് ചിന്തിച്ച് ആരും സത്യം പറയാഞ്ഞതുകൊണ്ടാ ഇന്നെല്ലാം ഈ അവസ്ഥയിലായത്. നീ അവക്ക് മെസ്സേജ് അയക്ക് ദേവ. ദേവിയുടെ മെളി നിർത്തുന്ന ലക്ഷണമില്ല. ഫോൺ അങ്ങ് ഓഫ് ചെയ്തേക്കാം. അവളത് കണ്ടതും തിരിച്ചു വിളിക്കും. നീ നോക്കിക്കോ. നോക്കാം. എന്നാ പിന്നെ ഞാൻ ആ വഴിക്ക് പോയി നോക്കാം. നിങ്ങള് അതുവഴി ഒന്ന് പോയി നോക്ക്. എന്തായടാ, അവളെ കണ്ടു കിട്ടിയോ? ഇല്ലമ്മേ, ഈ പരിസരത്ത് എങ്ങും ചേച്ചിയെ കാണാനില്ല. എവിടെ പോയെന്നും അറിയില്ല. അച്ഛാ, വൈദേഹിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത്. ഫോൺ ഓഫ് ചെയ്ത് വെച്ചെങ്കിൽ എനിക്കെന്ത് പേടി തോന്നുന്നു. ആ ചന്ദ്രിക ജാനകിയെ കൊല്ലാൻ നടക്കുമല്ലേ ദാസേട്ടാ? പിന്നെയും ചന്ദ്രിക അവൾ അപകടപ്പെടുത്തിയിട്ടുണ്ടാവോ? ചന്ദ്രികയുടെ കാര്യം പോലീസ് ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ കൗസല്യേ. പോലീസുകാരിപ്പോ അവളെ തിരക്കി നടക്കുന്നതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യതയില്ല. വൈദേഹി ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. ദേവൻ പോയിട്ടുണ്ടല്ലോ, വിളിച്ചോട്ട് വരാതിരിക്കില്ല. ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ശാന്തമ്മയുടെ കാര്യമാണ്. ഹലോ. ഹലോ, വർമ്മ സാറല്ലേ? ഗുരുക്കളുടെ ശിഷ്യനാണ് വിളിക്കുന്നത്. സ്വാമി, പറഞ്ഞോളൂ, എന്താ കാര്യം? ചണ്ഡിയാഗം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നല്ലേ? ആ യാഗത്തെ പറ്റി സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. ഗുരുക്കളുടെ അസുഖം ഇപ്പോഴാണേ ഒന്ന് പൂർണ്ണ സുഖമായത്. അക്കാര്യം അറിയിക്കാനാ ഞാനിപ്പോ വിളിച്ചത്. അതെയോ? ഗുരുക്കളുടെ അസുഖം മാറിയെന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഗുരുക്കൾക്ക് വർമ്മ സാറിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആശ്രമത്തിലേക്ക് വരാനും പറഞ്ഞു. ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ട് പുറപ്പെടുക. ഗുരുക്കളുടെ അസുഖം ഭേദമായി കൗസല്യേ. എന്നോട് അദ്ദേഹത്തിന് എന്തോ പറയാനുണ്ടത്രേ. പെട്ടെന്ന് അങ്ങോട്ട് വരാൻ പറഞ്ഞിരിക്കുക. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കാൻ പോവാ. എന്നാ എല്ലാവർക്കും അങ്ങോട്ട് പോവാം. വരാൻ പറഞ്ഞെന്നെ വിളിച്ചിട്ട് ഇവര് എന്താ കാണാത്തത്? അവര് എന്നോട് അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്? ദേവേട്ടനെ കണ്ടപ്പോ ഇങ്ങോട്ട് മാറിയതാ. ചിലപ്പോ അവിടെ വന്നിട്ട് തിരിച്ചു പോയി കാണുമോ? ഒന്ന് വിളിച്ചു നോക്കിയാലോ? ദേവേട്ടൻ വിളിക്കുന്നോണ്ട് ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചു. ഒന്ന് വിളിച്ചു നോക്കട്ടെ.
നീ എന്റെ മുറപ്പെണ്ണാണെന്ന് ഞാൻ മെസ്സേജ് അയച്ചിട്ട് പോലും നീ എന്തുകൊണ്ടാ അത് നോക്കാത്ത വൈദേഹി? ആ, വൈദേഹി ഇതുവരെ മെസ്സേജ് കണ്ടിട്ടില്ല. ഒരുപാട് കോൾസും മെസ്സേജസും ഉണ്ടല്ലോ. എല്ലാം ദേവേട്ടൻ അയച്ചിരിക്കുന്നത്. എന്താണാവോ മെസ്സേജ് ചെയ്തിരിക്കുന്നത്? ഇപ്പൊ ദേവേട്ടനോട് സംസാരിച്ചാലും മെസ്സേജസ് വായിച്ചാലും ദേവേട്ടന്റെ അടുത്തേക്ക് ഓടിപ്പോവാൻ തോന്നിപ്പോവും. ആദ്യം ചന്ദ്രികയുടെ അടുത്ത് ചെല്ലട്ടെ. അമ്മ അവിടുന്ന് രക്ഷിച്ചിട്ടേ ഇനി ബാക്കി കാര്യമുള്ളൂ. ഹലോ, എവിടെ പോയി ചത്തു കിടക്കുവാടി? വരാന്ന് പറഞ്ഞിട്ട് ആളെ കണ്ടില്ലല്ലോ. എന്റെ പിള്ളേര് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഞാനിവിടെ കുറച്ച് മാറി നിൽക്കായിരുന്നു. ഇപ്പൊ ലൊക്കേഷൻ അയച്ചു തരാം. ഇവിടേക്ക് വരാൻ പറഞ്ഞാൽ മതി. ഡാ, വൈദേഹി അവിടെ അടുത്ത് തന്നെ ഉണ്ടത്രേ. അവളുടെ ലൊക്കേഷൻ ഞാൻ അയച്ചിട്ടുണ്ട്. അവളെ വിട്ടുകളയാതെ പിടിച്ചോണ്ട് വന്നേക്കണം. നീ ഇങ്ങോട്ടേക്ക് വാടി വൈദേഹി, വാ. എടാ ദശരഥരാമവർമ്മേ, എന്നെ അപമാനിച്ചത് പോരാഞ്ഞിട്ട് എന്റെ പൊന്നുമോളെയും എന്നിൽ നിന്ന് അകറ്റിയില്ലേ? ഇപ്പൊ നിന്റെ അനുജത്തിയും അവളുടെ മോളും എന്റെ കസ്റ്റഡിയിലാവാൻ പോവുക. അവരെ വെച്ചാണ് ഇനി എന്റെ കളി. നിന്റെ ആണിവേര് വരെ ഞാൻ ഇളക്കും. അങ്ങനെ ഞാൻ എന്റെ പ്രതികാരം തീർക്കും, നോക്കിക്കോ. ചന്ദ്രികേ, എന്നെ ഒന്ന് അഴിച്ചുവിട് ചന്ദ്രികേ. എന്തിനാ എന്നെ ഇങ്ങനെ ചങ്ങലക്കിട്ട് കൊല്ലുന്നേ? ഞാൻ എന്റെ വല്യേട്ടന്റെ അടുത്തൊന്ന് പോയിക്കോട്ടെ. ചന്ദ്രികേ, എന്നെ അഴിച്ചുവിട് ചന്ദ്രികേ. എന്നെ ഉപദ്രവിച്ച് നിനക്ക് മതിയായില്ല ചന്ദ്രികേ? അല്ലെങ്കിൽ എന്നെ വേഗം ഒന്ന് കൊന്നുകളയും. കൊന്നുകളഞ്ഞേക്ക്, എന്നെ കൊന്നുകളഞ്ഞേക്ക്. പൂട്ടാൻ മറന്നുപോയെന്ന് തോന്നുന്നു. വരണേ. മാഗി നേരത്തെ വൈദേഹി ഇങ്ങോട്ട് പോയെന്നല്ലേ പറഞ്ഞേ? അപ്പൊ അവൾ ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. നീ ഒന്ന് അങ്ങോട്ട് ചെന്ന് നോക്ക്. അല്ല, അത് പിന്നെ നമ്മൾ അവിടെയൊക്കെ നോക്കിയല്ലേ, അവിടെ ഒന്നും ഉണ്ടാവില്ലെന്നേ. നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം. വാ. അല്ലട വരണേ, അവൾ ഇവിടെ എവിടെയോ തന്നെ ഉണ്ടെന്ന് എന്റെ മനസ്സ് പറഞ്ഞോണ്ടിരിക്കുക. ദേ നിൽക്കുന്നു വൈദേഹി. അപ്പൊ ചന്ദ്രിക ഇതുവരെ ഇവളെ പിടിച്ചോണ്ട് പോയില്ലേ? ഈ ചന്ദ്രികയ്ക്ക് വാചകോടി മാത്രമേ ഉള്ളൂ.
അതുകൊണ്ടല്ലേ വല്യച്ഛനൊന്നും ചെയ്യാൻ പറ്റാത്തെ. വൈദേഹി ദേവാ, വൈദേഹി ദേവാ. ചന്ദ്രിക മേഡം ഐസാണെന്ന്. ഏയ് വൈദേഹി 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 ഏയ് വൈദേഹി ദേവ എന്തു പറ്റിയടാ? വരണേ. വൈദേഹി ആ ചന്ദ്രികയുടെ കാർ കയറി പോകുന്ന എന്തിനാ? അല്ല അതെന്തിനാ അവരുടെ ആൾക്കാരുടെ കൂടെയൊക്കെ പോണത്? അതിന്റെ ഉള്ളിൽ വൈദേഹി ഒന്നും ആയിരിക്കില്ല. അതേ വരണേ, വൈദേഹി തന്നെയാ, ഞാൻ കണ്ടതല്ലേ. അവളിപ്പോ എന്തിനാ ചന്ദ്രികയുടെ അടുത്ത് പോകുന്നേ? എന്താണ് അവ കാര്യം? അതെ ദേവ, നീ ടെൻഷൻ അടിക്കാതെ. ഇനിയിപ്പോ വൈദേഹി ചന്ദ്രികയുടെ അടുത്ത് നിന്നാ അവരുടെ അടുത്ത് നിന്ന് നമുക്ക് നേരെ ഫോൺ വരും. എന്താ ചെയ്യേണ്ടത് നമുക്ക് അപ്പൊ തീരുമാനിക്കാം. ഇപ്പൊ ഇവിടുന്ന് പോവാ. വാ, വാ, വാ ദേവാ, വാ. അവള് ഈ പെണ്ണിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇയാളായിരുന്നോ? ഇയാളെന്താ ഇവിടെ? ഞാൻ തന്നെയും കാത്തു നിൽക്കുമായിരുന്നു. അതിന് ഞാൻ വരാനൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ. അതൊന്നും എനിക്കറിയില്ല. പക്ഷേ തന്നോടൊപ്പമുള്ള എന്റെ ഓർമ്മകളൊക്കെ സത്യമാണെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് കാണണമെന്ന് എന്നോട് ഞാൻ തന്നെ ചലഞ്ച് ചെയ്തിരുന്നു. 9 മിനിറ്റും 16 സെക്കൻഡ്സും ആയിട്ടുള്ളൂ. ദേ മുമ്പിലും നിൽക്കുന്നു. അതാണ്. ഇനിയെങ്കിലും എന്നെ വിശ്വസിക്കോ? എന്റെ ചിന്തകളിൽ എവിടേക്കോ താനുണ്ട്. പഴയ ഏതോ ഒരു കഥയുണ്ട്. അയ്യോ, ഇവിടെ വേറെ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. വൈദേഹിയെ കാണാനില്ല ആകാശ്. ദേ ഇത് നോക്കിക്കേ. ഇവള് ജാനകി അല്ലേ മാഗി? ജാനകി തന്നെയാണ് വൈദേഹി, വൈദേഹി തന്നെയാണ് ജാനകി. ഓ, പറഞ്ഞിരുന്നല്ലേ, മറന്നുപോയി. കാര്യമൊക്കെ പിന്നെ പറയാം. ഇവളെവിടെയെങ്കിലും കണ്ടായിരുന്നോ? കണ്ടില്ലല്ലോ. ശരി എന്നാ ഞാൻ പോയി തപ്പട്ടെ. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കാണാം. മാഗി, എപ്പോഴും ഇങ്ങനെ തന്നെ പറ, പിന്നെ കാണുകയില്ല. ശരിയെന്നാ, ഞാനും കൂടെ വരാം. നമുക്ക് ഒന്നിച്ച് തരാം. അതല്ല ആകാശ്, രണ്ടുപേരും തപ്പിയാലും ഒന്നിച്ച് തപ്പുന്നതിൽ കാര്യമില്ലല്ലോ. ആകാശ് അവിടേക്ക് ചെന്ന് നോക്ക്, ഞാൻ ഇവിടേക്ക് നോക്കാം. ഇപ്പൊ മനസ്സിലായി. എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാനല്ലേ ഇതൊക്കെ? ഞാൻ എന്തു പ്ലാൻ ചെയ്തിട്ട് എന്ത് കാര്യം? ഇയാളൊന്നും മനസ്സിൽ വിചാരിച്ചാ അപ്പൊ ഞാൻ മുമ്പിലെത്താറുണ്ടല്ലോ. ഇനി ഒരിക്കൽ കൂടെ അങ്ങനെ വിചാരിക്കും. ഞാനിങ്ങനെ വൈദേഹിയെ തപ്പി തിരിച്ച് ഇയാളുടെ അടുത്ത് തന്നെ വന്ന് എത്തിയാലോ? അപ്പൊ ഞാനെല്ലാം വിശ്വസിക്കാം നമുക്കിടയിൽ എന്തോ ഉണ്ടെന്ന്. ശരി, ഞാൻ അതിൽ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. നോക്കാം. ആദ്യം വൈദേഹിയെ തപ്പാൻ നോക്കാം. എന്നാലും ജാനകി അല്ല, വൈദേഹി എന്തുകൊണ്ടാ കാണാതായത്? അത് വേറൊരു വലിയ കഥയാ. പയ്യെ അത് പറയാം. ആദ്യം ചെന്ന് വൈദേഹിയെ തപ്പും. ഓക്കെ. ആള് നല്ല തങ്കപ്പെട്ട മനുഷ്യനൊക്കെ തന്നെയാ. എന്നെ ഒത്തിരി ഇഷ്ടമാണെന്നും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ ഓർമ്മകളുടെ കഥ പറയുമ്പോഴാണ് എന്തോ ഒരു പന്തികേട് തോന്നുന്നത്. ഇയാളുടെ കാര്യത്തില് കുറച്ചുകൂടി ക്ലോസ് ആയിട്ടൊന്ന് ഒബ്സർവ് ചെയ്യണം. ചേട്ടാ, ഇവരെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഇല്ല.
അയ്യോ, ഇയാള് കറങ്ങിത്തിരിഞ്ഞ് എവിടെ എത്തിയോ? വൈദേഹി തപ്പുന്നതാണോ അതോ എന്നെ ഫോളോ ചെയ്ത് ഇവിടെ എത്തിയോ? തൽക്കാലം കണ്ണിപ്പെടണ്ട, അല്ലെങ്കിൽ ഇയാള് പറഞ്ഞ കഥ സത്യമാണെന്ന് സമ്മതിക്കേണ്ടി വരും. അയ്യോ അയ്യോ, ഇവിടെ താങ്കളുടെ എന്നുവെച്ചാ ഇത് തന്റെ കാറ്? നമ്മുടെ കാറാ. അയ്യോ, ഇപ്പൊ ഓർത്തതേ ഉള്ളൂ. എന്റെ ചിന്തകളിൽ താനുള്ളത് സത്യമാണെങ്കിൽ താൻ ഈ കാറിലുണ്ടാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ദേരിക്കുന്നു. മാഗി, മാഗി, ഇനിയെങ്കിലും എന്നെ വിശ്വസിക്കൂ. ഞാൻ പറയുന്നല്ല സത്യമാണ്. നമുക്കിടയിൽ എന്തോ ഒരു കഥയുണ്ട്. എന്റെ രാമാ. മാഗി, ടെൻഷൻ അടിക്കണ്ട. വൈദേഹിയുടെ കാര്യമല്ലേ, നമുക്കൊന്നിച്ച് അന്വേഷിക്കാന്നേ. കാറിലിരുന്നോണ്ട്. നമസ്കാരം ഗുരുക്കളെ. പറഞ്ഞോളൂ ദശരഥ രാമവർമ്മേ. വീണ്ടും ഇതുപോലെ കാണുമ്പോ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. എന്തു പറയാനാ, അങ്ങയെപ്പോലുള്ളവർക്ക് പോലും ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത് എന്നെ അതിശയിപ്പിക്കുകയാണ്. മഹാദേവൻ എപ്പോൾ എന്തിനു വേണ്ടി ആരുടെ കൈകൾ കെട്ടിയിടുന്നുവെന്ന്, ആരുടെ നാവ് താഴിട്ട് പൂട്ടുന്നുവെന്നുള്ളത് നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ് വർമ്മേ. മഹാദേവന്റെ ഓരോ ചലനത്തിനും ഒരർത്ഥമുണ്ടായിരിക്കും. അത് സത്യമാണ് ഗുരുക്കളെ. അന്ന് ഗുരുക്കളുടെ അവസ്ഥ എന്തുകൊണ്ട് അങ്ങനെ ആയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്നങ്ങ് ആരോഗ്യം വീണ്ടെടുത്തത് ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നറിയാം. വർഷങ്ങൾക്ക് ശേഷം ശാന്തമ്മ എവിടെയാണെന്ന് അറിയാൻ കഴിഞ്ഞു ഗുരുക്കളെ. എന്നാലും ഗുരുക്കളെ, അവൾ ആ ചന്ദ്രികയുടെ കസ്റ്റഡിയിലാ ഉള്ളേ. തന്നെയുമല്ല, ആ ചന്ദ്രിക എവിടാ ഉള്ളേന്നും അറിയില്ല. എന്റെ മോളെ എങ്ങനെയും എന്റെ അടുക്കലൊന്ന് എത്തിക്കണം ഗുരുക്കളെ. ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ ശാന്തിയുടെ മോളും എന്റെ മരുമോളായ വൈദേഹി സത്യം മനസ്സിലാക്കാതെ തെറ്റിദ്ധരിച്ച് ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി ഗുരുക്കളെ. എന്റെ അനന്തരവളായ മാളവികയിലൂടെ സന്തതി ഉണ്ടായ 7 തലമുറ അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും എല്ലാം ഞങ്ങളുടെ ചോര തന്നെയാ. നാളെ ഗുരുക്കള് പറയുമ്പോ എന്റെ അനന്തരവളിൽ നിന്ന് തന്നെ ഒരു അനന്തരാവകാശി ഉണ്ടാവണമെന്ന് വേണം വിധി എഴുതാൻ.